മാനന്തവാടി ആറാട്ടുതറയിൽ ആര്യപ്പള്ളിൽ ഡിഗോൾ തോമസ്. മാനന്തവാടിയിലെ പാരമ്പര്യ കാർഷിക കുടുംബത്തിൽ പിറന്ന ഡിഗോൾ തോമസ് ഇന്റീരിയർ ഡിസൈനറായി ഗൾഫിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഗൾഫിൽ നിന്നും ലഭിച്ച സാങ്കേതിക അറിവ് കാർഷിക മേഖലയിൽ പ്രാവർത്തികമാക്കിയതിലൂടെയാണ് ശ്രീ ഡിഗോൾ വ്യത്യസ്തനാകുന്നത്. കാർഷിക വിഷയങ്ങളിൽ നിന്നും യുവാക്കൾ അകന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറഞ്ഞ സ്ഥലത്തു നിന്നും കൃത്യമായി കൂടുതൽ വിളവ് ലഭിക്കുന്ന സൂക്ഷ്മ കൃഷി അവലംബിക്കാൻ ഡിഗോൾ തയ്യാറായത്. നൂതന കൃഷിരീതിയെ പറ്റി പഠിക്കാൻ പാലക്കാട്ടും കോയമ്പത്തൂരും കൃഷ്ണഗിരി ജില്ലയിലും പോയി വിശദമായി പഠിച്ച ശേഷമാണ് സൂക്ഷ്മ കൃഷി ആരംഭിക്കാൻ ഡിഗോൾ തയ്യാറായത്. മാനന്തവാടിയിലെ ബാങ്കുകളൊന്നും നൂതന കൃഷിക്ക് വായ്പ നൽകാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ അച്ഛന്റെ സ്ഥലം വിറ്റാണ് ഡിഗോൾ സൂക്ഷ്മ കൃഷി തുടങ്ങിയത്. 25 സെന്റ് സ്ഥലത്ത് പോളി ഹൌസ് നിർമ്മിക്കാനായി 12 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കൃഷി ആരംഭിച്ചത്. സാലഡ് കുക്കുംബർ, കാപ്സിക്കം, പയർ, പാവൽ, മല്ലിച്ചപ്പ്, തക്കാളി തുടങ്ങിയ വിളകളാണ് കൃഷി ചെയ്യുന്നത്. 25 സെന്റിൽ ഒരു പ്രാവശ്യം 5.5 ടണ്ണോളം വിളവുണ്ടാക്കാൻ ഡിഗോളിന് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ കൃഷി ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളൊരു ചെടി നടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10 കിലോ എന്ന് പറയുമ്പോൾ ആ 10 കിലോ ഹാർവെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് മുഴുവൻ നമ്മൾ ഇതിൽ ചെയ്യും. ആ 10 കിലോ നമ്മളൊരു ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ടാർഗറ്റഡ് ഈൽഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ പരിശ്രമിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 25 ടൺ പച്ചക്കറി ഉത്പാദിപ്പിച്ച് ഡിഗോൾ മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ്. സർട്ടിഫിക്കറ്റുകളുടെ കെട്ടുകളും ചുമന്ന് യുവാക്കൾ വെള്ളക്കോളർ ജോലിക്കായി അലയുമ്പോഴാണ് സൂക്ഷ്മ കൃഷിയിലൂടെ ഡിഗോൾ ജൈത്രയാത്ര നടത്തുന്നത്. സൂക്ഷ്മ കൃഷി ചെയ്യുന്നവരെ സംഘടിപ്പിച്ച് ഇന്നവേറ്റീവ് ഫാമേഴ്സ് ക്ലബ് രൂപീകരിക്കാനും നേതൃത്വം നൽകിയ ഡിഗോളിനെ നബാർഡ് കൃഷിയുടെ കേരളത്തിലെ അംബാസിഡറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്.